ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ സാർവദേശീയ മഹിളാ ദിനം ആചരിച്ചു. പ്രശസ്ത ചിത്രകാരി ദുർഗ മാലതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി. സമൂഹത്തിലെ പ്രമുഖ വനിതാ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പ്രവർത്തകരുടെ കലാപരിപാടികൾ അരങ്ങേറി. കുട്ടികളുടെ പരിപാലനം ചെയ്യുന്ന സ്ത്രീകള് വൈകുന്നേരം ന്യൂസ് കാണാൻ നിർബന്ധം നമുക്ക് പറ്റില്ല. സീരിയൽ കാണുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിന്റെ ചർച്ചയല്ല. സ്ത്രീകളുടെ ഈ സീരിയലിന്റെ ഡയറക്ടേഴ്സ് ഒക്കെ ആരാണ്? 90% പുരുഷന്മാരല്ലേ? ഇപ്പോ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലുകളുണ്ട് ഇഷ്ടംപോലെ. അപ്പോ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ് വളരെ മനോഹരമായിട്ട് അടുക്കളപ്പണി ചെയ്യുന്നതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇത്രയും മനോഹരമായിട്ട് അടുക്കളപ്പണി ചെയ്യുന്നത് ഇവർക്ക് വീഡിയോ പിടിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇപ്പോ ചില സ്ത്രീകൾ യൂട്യൂബേഴ്സ് ഒക്കെ പറയും അവർക്ക് കല്ലിൽ ചമ്മന്തി അരക്കുന്നതാണ് ഇഷ്ടം. ഇത് നമ്മളെല്ലാം സാധാരണ എല്ലാ കഴിഞ്ഞിട്ട് മൊബൈലുണ്ട് ഇല്ലേ? ഇത് കാണുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ചിന്തയിലേക്ക് ഇങ്ങനെ പോകുന്നത് ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ? ഇത്തരത്തില് ഗാർഹിക ഉത്തരവാദിത്തങ്ങളെയൊക്കെ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. ഇപ്പോ ആ അവസ്ഥയെ അഭിമുഖീകരിക്കാൻ നേരിടാനായിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന്. എന്നാലും ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോ എനിക്ക് വലിയ ആശ്വാസവും സന്തോഷവും ലഭിച്ചത് ഉർവശി ചേച്ചി എന്റെ ഈ അവാർഡ് പങ്കിടാനുണ്ടായി എന്നതാണ്. എനിക്ക് മാത്രമാണ് ഈ അവാർഡ് കിട്ടിയിരുന്നതെങ്കിൽ സമൂഹം സംശയത്തോടുകൂടി നോക്കിയാണ്. കാരണം എന്നെ ആരും അറിയില്ല. ഇത് ഏത് സിനിമയിലാണ്, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടേയില്ല. ഇത്തരം വിവാദങ്ങൾ വരെ വരാം. പക്ഷെ ഉർവശി ചേച്ചി എന്റെ രക്ഷകനായിട്ട് എന്റെ കൂടെ വളരെ ശക്തിയായിട്ട് എന്റെ കൂടെ നിന്നു. മാത്രമല്ല ജൂറി എന്നെ തഴഞ്ഞില്ല എന്നതും വലിയൊരു കാര്യം. ഞാൻ മുഖ്യധാരയില്ല, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അഭിനേത്രിയെ ചേർത്ത് വെച്ചു എന്നുള്ളത് നമ്മുടെ സാധാരണക്കാരനും പ്രാപ്യമായ ഒന്നാണ് എന്നൊരു തെളിവാണ് ഈ പ്രാവശ്യത്തെ അവാർഡ്. നമ്മളൊക്കെ ഒരുപാട് കഴിവുകളുടെ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നാളെ കഴിച്ചിട്ടായിരുന്നു കോട്ടയ്ക്കൽ വെറ്റിനറി ഡോക്ടേഴ്സിന്റെ സ്റ്റേറ്റ് തലത്തിലുള്ള വനിതാ ദിന ആഘോഷമായിരുന്നു. അവിടെ നിന്ന് നാടകം കഴിച്ച് ഞാൻ 2 മണിക്ക് എത്താന്ന് പറഞ്ഞാണ് കൊടുങ്ങുണ്ട. അവിടെ എത്തിയത് 3:45. അവിടെ ഭയങ്കര ലാഗായിരുന്നു. ഇവിടെ ആകെ പ്രശ്നമാവോ എന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ എല്ലാവരും ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ച്, അത് മികവുറ്റ പരിപാടികൾ. എന്റെ സുഹൃത്ത് അനിത ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ പറയണേ ഇതിനെ നേരത്തെ നഷ്ടമായി. എന്താണ് സ്റ്റേറ്റ് തലത്തില് ഒരു മത്സരം വെച്ചിരിക്കുന്ന സമ്മാനം നമ്മുടെ ഈ കുടുംബക്കാർക്കായിരിക്കും സ്റ്റേറ്റ് ഫസ്റ്റ്. അത്രയും ഗംഭീര പെർഫോമൻസുകളാണ് കണ്ടത്. നമ്മളൊന്ന് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.